നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനിചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ആയൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഇളമാട് അമ്പലമുക്ക് സ്വദേശി അനീഷാണ് മരിച്ചത്. ജോലിക്ക് ഉപയോഗിക്കുന്ന മുഴക്കോൽ താഴെ വീണത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നു. അനധികൃത കുഴൽക്കിണർ നിർമ്മാണം തടഞ്ഞു പോലീസ്. പുനലൂർ TB ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തിനോട് ചേർന്നാണ് കുഴൽക്കിണർ നിർമ്മിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് കെട്ടിടം. പട്ടികജാതി ക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി മാർച്ചും ധർണയും. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മാർച്ച്. പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ അനാസ്ഥ. ബസിന്റെ ഡോർ തട്ടി വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഡോറാണ് തട്ടിയത്. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ആയൂർ അകമണിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ആയൂർ ഇളമാട് അമ്പലമുക്ക് സ്വദേശി അനീഷാണ് മരിച്ചത്. രണ്ടാം നിലയിലെ ടൈൽസിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന അനീഷ് ജോലിക്ക് ഉപയോഗിക്കുന്ന മുഴക്കോൽ താഴെ വീണത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും വീണാണ് ആയൂർ ഇളമാട് അമ്പലമുക്ക് കുഴിവിള വീട്ടിൽ അനീഷ് മരിച്ചത്. ഉച്ചയ്ക്ക് 12:30 രണ്ടാം നിലയിൽ ടൈൽസിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന അനീഷ് ജോലിക്ക് ഉപയോഗിക്കുന്ന മുഴക്കോൽ താഴെ വീണത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നു. നിലത്ത് കിടന്നിരുന്ന കോൺക്രീറ്റ് തുണികളുടെ മുകളിലേക്കാണ് അനീഷ് വീണത്. തുടർന്ന് കൂടെയുണ്ടായിരുന്ന തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് അനീഷിനെ ആയൂരിലെ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചടയമംഗലം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അനീഷ് അവിവാഹിതനാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രൈവറ്റ് ബസ് അനാസ്ഥയിൽ വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ബസിന്റെ ഡോർ തട്ടിയാണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക് പറ്റിയത്. ചാരുമൂട് VVHS സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയുടെ തലയ്ക്ക് പരിക്ക് പറ്റിയത്. പ്രൈവറ്റ് ബസിന്റെ അനാസ്ഥയിലാണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത്. ചാരുമൂട് VVHS സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് പരിക്ക് പറ്റിയത്. കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു ബസിന്റെ ഡോർ തട്ടി വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത്. ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ഡോർ അടച്ചതുകൊണ്ടാണ് തലയ്ക്ക് പരിക്കു പറ്റിയതെന്ന് വിദ്യാർത്ഥിനിയും പിതാവും ആരോപിക്കുന്നു. രാവിലെ സ്കൂളില് ട്യൂഷനിലേക്ക് പോകുന്ന വഴി ചാരുമൂട് ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്കൂളിന്റെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഡോറ് തീരുന്നതിന് മുമ്പ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ഡോറ് വലിച്ചടയ്ക്കുകയും തലയ്ക്ക് വന്നടിച്ച് ഞാൻ അവരോട് ചോദിച്ചു എന്തുവായി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവരത് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നിൽക്കുകയും ഞാനത് തലേന്ന് ചൂടെടുത്ത് ഞാൻ കൈ നോക്കിയപ്പോ കൈ നിറച്ച് ബ്ലഡ് വരുന്നപ്പം ഇവർ ആ ബ്ലഡ് കണ്ടതിന് ശേഷം വണ്ടി ഡോർ അടച്ച് പെട്ടെന്ന് ബസ് എടുത്ത് പോവുകയായിരുന്നു. അപ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഒരു അങ്കിളിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചാരുമൂട് VVHS സ്കൂളിൽ പോവുകയും ആ സ്കൂളിൽ സ്ഥിരമായി പോകുന്ന ബസ്സിൽ ചാരുമൂട്ടിൽ നിന്നും സ്ഥിരമായി പോകുന്ന ബസ്സാണ് അനീഷ ട്രാവൽസ് എന്ന് പറയുന്ന ബസ്. ആ ബസ്സിൽ പോവുകയും കരിമുളയ്ക്കൽ വെച്ച് ആ സ്റ്റോപ്പിൽ വെച്ച് ഇറങ്ങുകയും എന്നാൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ ബസ്സുകാര് ഡ്രൈവർ ക്ലീനർ ഇല്ലായിരുന്നു, കണ്ടക്ടറാണ് ഡോറ് വലിച്ചടയ്ക്കുകയും കുഞ്ഞിന്റെ തല പോയി ആ ഡോറിനകത്ത് പോയി അടിക്കുകയും കുഞ്ഞ് താഴെ വീഴുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇവര് ബസ് വിട്ടു പോവുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് അവിടെ നിന്ന കുട്ടികളാണ് വിളിച്ചു അലറിക്കൊണ്ട് അവിടെ നിന്ന് ആരോ വന്ന് കുട്ടിയെ സ്കൂളിൽ നിന്നും തൊട്ടടുത്തുള്ള KCM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് എന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പോയപ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ വളരെ ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു. പരിക്ക് പറ്റിയ വിദ്യാർത്ഥിനിയെ കൂട്ടുകാരും നാട്ടുകാരും ചേർന്ന് KCM ആശുപത്രിയിലും തുടർന്ന് അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി.
തലയ്ക്ക് 6 സ്റ്റിച്ചുകളുണ്ട്. സംഭവത്തിൽ നൂർനാട് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമെന്നും ആരോപണമുണ്ട്. KSRTC ബസ്സുകളെ മറികടക്കാനാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിൽ ഓടുന്നതെന്നാണ് ആരോപണം. ബസ്സുകളുടെ അമിത വേഗതയും മത്സരയോട്ടവും അവസാനിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ ബസ്സുകാരുടെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് അവിടെ നടന്നത്. കാരണം എന്റെ കുട്ടിയെ അവിടെ അപകടം ഉണ്ടായിട്ട് അവര് കണ്ടക്ടർ കണ്ടിട്ട് പോലും നിർത്താതെ ബസ് വിടുകയായിരുന്നു. അവരൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കേസ് കൊടുക്കുകയും ആ കേസിന് ബലത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാർമാരെത്തി അതിന് തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ റാലി സംഘടിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സംരക്ഷണ റാലി നടത്തിയത്. കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ റാലി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ജനാധിപത്യ സംരക്ഷണ റാലി നടത്തിയത്. കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ റാലി. ചുറ്റുമൂലയിൽ നിന്ന് ആരംഭിച്ച റാലി ലാലാ ജംഗ്ഷനിൽ സമാപിച്ചു. 100 കണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. KC രാജൻ ഫ്ളാഗ് CR മഹേഷിന് കൈമാറി. R. ചന്ദ്രശേഖരൻ, KA ജവാദ്, B. വിനോദ്, LK ശ്രീദേവി, R. രാജശേഖരൻ, ചിറ്റുമൂല നാസർ, തൊടിയൂർ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് 18ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. പരീക്ഷാ വിജയികൾ, വിമുക്ത ഭടന്മാർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് 18ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷാ വിജയികളെയും വിമുക്ത ഭടന്മാരെയും ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയും ആദരിച്ചത്. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് തന്നെ ഏറ്റവും പുരാതനമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സജീവ സാഹചര്യമായി ജനങ്ങളുടെ പ്രതീക്ഷയായി കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കേവലം 140 വർഷത്തിനപ്പുറമായി ഒരു നാടിൻ്റെ സാമൂഹ്യമായ മുന്നേറ്റത്തിൽ, ചരിത്രപരമായ മുന്നേറ്റത്തിൽ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ, സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ഇന്നിൻ്റെ ഇന്ത്യയായി രാജ്യത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള പോരാട്ടങ്ങൾ ഒക്കെ നേതൃത്വം കൊടുത്ത മഹത്തായ പ്രസ്ഥാനമാണ് നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ പേരിൽ നമുക്ക് ലഭ്യമാകുന്ന ഈ അനുമോദനം, ഈ ആദരവ് അതിന് ജീവിതത്തിൽ ഏറ്റവും വിശ്വസായ ആദരവായി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് മാത്യു P. ഷാമുൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി N. രവി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് K. നാസർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം തണ്ടളത്ത് മുരളി, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം രാധാമണി രാജൻ, കോശി K. ഡാനിയൽ, വയലിൽ സന്തോഷ്, അജി ഗണേഷ്, സതീഷ് കുമാർ, R. വസന്തൻ, സീനത്ത്, V. വേണു തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗുണപരമായ മാറ്റമുണ്ടാക്കുവാൻ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഗുണപരമായ ഒരു മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരം ചെറിയ ചടങ്ങുകൾ സംഘടിപ്പിച്ച് അവിടെ ഈ ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഇവിടെ പ്രധാനമായി നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ട്രോഫി ടൂറിന് പുനലൂരിൽ സ്വീകരണം നൽകി. പുനലൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ MA രാജഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശം ചൂണ്ടിക്കാട്ടിയാണ് യാത്ര നടത്തുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ട്രോഫി ടൂറിനാണ് പുനലൂരിൽ സ്വീകരണം നൽകിയത്. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്വീകരിച്ച യാത്ര പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ MA രാജഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ KCL കേരള ക്രിക്കറ്റ് ലീഗ് ഒരുപക്ഷെ നമ്മുടെ ക്രിക്കറ്റ് ഒരു താല്പര്യത്തോടു കൂടി നോക്കിക്കാണുന്ന ചെറുപ്പക്കാർക്കറിയാം. പക്ഷെ മുതിർന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ലോകം മുഴുവൻ സ്റ്റാർ സ്പോർട്സിലൂടെ കാണുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ്. ആ ക്രിക്കറ്റ് ടൂർണമെന്റ് കേരളം
ഇന്ത്യയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവേശത്തോടു കൂടി കാണുന്ന കളിയാണ് ക്രിക്കറ്റ്. ആ ക്രിക്കറ്റ് കേരളത്തിൽ ധാരാളം വളരെ ആവേശകരമായിട്ട് ഇത് ആളുകൾ വരവേറ്റു തുടങ്ങിയിട്ടുണ്ട്. സഞ്ജു സാംസനെ പോലെയൊക്കെയുള്ള താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് സംഭാവന ചെയ്ത നാടാണ് നമ്മുടെ നാട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു സംശയം വേണ്ട, ഒരു 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന്, പുനലൂരിൽ നിന്ന് നിരവധി ആളുകൾ IPL-ഉം ഒരുപക്ഷെ ദേശീയ ടീമിലേക്ക് തന്നെ വരാൻ കഴിയുന്ന നിലവാരത്തിലെത്തിക്കാൻ ഏരീസിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള സന്ദേശം ചൂണ്ടിക്കാട്ടിയാണ് യാത്ര നടത്തുന്നത്. കണ്ണൂരിൽ നിന്നും ആരംഭിച്ച യാത്ര കൊല്ലം ജില്ലയിൽ 4 ദിവസമാണ് പര്യടനം നടത്തിയത്. പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ MS അനീഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരിയുടെ വഴിയെ പോയി അകപ്പെട്ട് ജീവനും ഹോമിക്കാതെ നിങ്ങൾ എല്ലാവരും അതിന്റെ ചതിക്കുഴികൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാതെ അതിനോട് ആർജവത്തോട് നോ പറയാനുള്ള ഒരു തുടക്കമായി ഇതിനെ കാണുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കലാ ക്രിക്കറ്റ് ക്ലബ്ബ്, പട്ടോടി ക്രിക്കറ്റ് അക്കാദമി, ഏരീസ് കുടുംബാംഗങ്ങൾ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ തൂക്കുപാലത്തിന് സമീപം ജംഗ്ഷനിൽ സമാപിച്ചു. ടീമിൽ ഉൾപ്പെട്ട രഞ്ജി ട്രോഫി താരങ്ങളായ ഷറഫുദ്ദീൻ, ഏദൻ ആപ്പിൾ ടോം, മറ്റ് താരങ്ങളായ ബിജു നാരായണൻ, അജയ് ഘോഷ്, ആഷിഖ് മുഹമ്മദ്, സച്ചിൻ PS തുടങ്ങിയ താരങ്ങൾ പ്രചരണ യാത്രയിൽ പങ്കെടുത്തു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അംഗം ബിജു, കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി സജികുമാർ, ഏരീസ് കൊല്ലം CEO ഡോക്ടർ N പ്രഭുരാജ്, അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അടിമുടി മാറ്റത്തോടെ സ്കൂൾ മെനു. ചോറും കറികളും പാലും പായസവുമെല്ലാമായി ഉച്ചഭക്ഷണം കളറാണ്. ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ മെനു എന്നത് മാറി മാസത്തിൽ 21 ദിവസവും വ്യത്യസ്ത വിഭവങ്ങളാണ് നൽകുക. ജില്ലയിൽ 22 സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കും. സ്കൂളിലെ ഭക്ഷണ മെനു അടിമുടി മാറുകയാണ്. പഴയ രീതിയിലുള്ള കഞ്ഞിയും പയറുമെല്ലാം ഓർമ്മയായി. ഇപ്പോൾ ചോറും കറികളും പാലും പായസവുമെല്ലാമായി ഉച്ചഭക്ഷണം കളറാണ്. ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ മെനു എന്നത് മാറി മാസത്തിൽ 21 ദിവസവും വ്യത്യസ്ത വിഭവങ്ങളാണ് നൽകുക. വെറുതെ മെനു പരിഷ്കരിക്കുക എന്നത് മാത്രമല്ല, ഇത് സോഷ്യൽ ഓഡിറ്റിനു കൂടി സർക്കാർ വിധേയമാക്കുകയാണ്. ജില്ലയിൽ 22 സ്കൂളുകളിലാണ് ഉച്ചഭക്ഷണ മെനു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സോഷ്യൽ ഓഡിറ്റിനായി അധ്യാപക രക്ഷകർതൃ സമിതിക്ക് പരിശീലനം നൽകും. രണ്ടാം ഘട്ടമായി ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുൾപ്പെട്ട സമിതിയാണ് ഓഡിറ്റ് നടത്തുക. കരുനാഗപ്പള്ളി UPGS-ൽ നടന്ന രണ്ടാം ഘട്ട ഓഡിറ്റിംഗ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ റെജി ഫോട്ടോ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ കേരള സർക്കാർ ഈ വിദ്യാലയങ്ങളെ വളരെ ആകർഷണീയം മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാര രീതികൾ വളരെ വിഭവസമൃദ്ധമാണ്. ഉച്ചപ്രസംഗം സൂചിപ്പിച്ചതുപോലെ കുഞ്ചാക്കോവൻ കുഞ്ഞുങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന മിക്കവാറും കൊടുക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാ സ്കൂളുകളിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പക്ഷെ കൊടുക്കുന്നത് നല്ല ആവശ്യമാണ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്. അലക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കില ഫാക്കൽറ്റി തോപ്പിൽ ലത്തീഫ് വിഷയാവതരണം നടത്തി. സോഷ്യൽ അടുത്തെന്ന് പറയുന്നതിന് കാരണം ഇത് ജനകീയമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ ഒരു അന്വേഷണമാണ്. കുറേ ചോദ്യാവലികളാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ തന്നെ ആഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗം കഴിയും. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നവരാണ് ഇതിനകത്തെ ഗുണഭോക്താക്കൾ. പക്ഷേ അവരുടെ യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. അവർക്ക് രക്ഷകർത്താക്കളെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവരെയും കൂടി ഈ കാര്യങ്ങൾ ചോദിച്ച് പറയാൻ ഒക്കെ അസൗകര്യമുള്ളതുകൊണ്ടാണ് അവരിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുത്ത് നമ്മൾ ഈ ഓഡിറ്റിന് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം എങ്ങനെ എത്രമാത്രം ഭംഗിയായി നടക്കുന്നു. രക്ഷകർതൃ പ്രതിനിധി ഹാഷിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ P. മീന, പ്രധാനാധ്യാപിക ജമീല, വിനീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
INTUC ആലപ്പുഴ ജില്ലാ സമ്പൂർണ്ണ നേതൃസമ്മേളനം നടത്തി. DCC ഹാളിൽ നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ആദരവും സംഘടിപ്പിച്ചു. INTUC ആലപ്പുഴ ജില്ലാ സമ്പൂർണ്ണ നേതൃസമ്മേളനം DCC ഹാളിൽ സംഘടിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ ജനപിന്തുണയോടെയുള്ള ഗവൺമെന്റ് അല്ല ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ യഥാർത്ഥ ജനപിന്തുണയോടെ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ജനം ചർച്ച ചെയ്യാൻ തുടങ്ങി. നമ്മുടെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, നാട്ടിലെ ജനം. ഞാൻ പലയിടത്തും പോയപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യണം. നമ്മൾ ചർച്ച ചെയ്യണം, INTUCക്കാരും ചർച്ച ചെയ്യണം. കണ്ണിൽ എണ്ണ ഒഴിച്ച് ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഭരണഘടന എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ ഒരു ശുദ്ധമായ വോട്ടർ പട്ടികയിൽ ഇലക്ഷൻ നടക്കണില്ല. അപ്പോൾ വോട്ടർ പട്ടികയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധമാക്കി നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അതിന് ഈ ഇരിക്കുന്ന ആളിരിക്കുന്നവരെ ചന്ദ്രശേഖരൻ എന്നെക്കാളും പാർട്ടി നിയന്ത്രിക്കാൻ പറ്റുന്നവരാണ് ഉപയോഗിക്കുന്നതല്ല. മനസ്സിലായി. ആലപ്പുഴയിൽ ഞാൻ 96 MLA ആയിട്ട് വരുന്ന കാലത്ത് എന്നെ ജയിപ്പിച്ചത് ഇവിടുത്തെ INTUCക്കാരുമാണ്. INTUCക്കാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ INTUC പറഞ്ഞാൽ ഓരോ ബൂത്ത് പ്രസിഡന്റും INTUC തന്നെയാണ്. അവരുടെ ബാബുള്ളത് ബൂത്ത് പ്രസിഡന്റ് INTUCയാണ്, മണ്ഡലം സെക്രട്ടറിമാർ INTUCയാണ്. അവര് പാർട്ടി തന്നെയാണ്. പാർട്ടി INTUC ആലപ്പുഴയോട് വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടും ഒന്നിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് G ബൈജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. 52 വർഷക്കാലമായി ആലപ്പുഴ ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി നോക്കി വരുന്ന ABG സ്റ്റാൻഡിലെ ജോസഫിനെ ചടങ്ങിൽ ആദരിച്ചു. ഓഗസ്റ്റ് 20-ന് INTUC സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മാർച്ചിൽ ജില്ലയിൽ നിന്നും 2000 തൊഴിലാളികളെ പങ്കെടുപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ, ഷാജി മോഹനൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, PJ ജോയി, PP തോമസ്, AK രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊല്ലം മെത്രാസനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 15-ന് സ്നേഹ സാഹോദര്യ ജ്വാല സംഘടിപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിന സദ്ബോധന റാലിയും പൊതുസമ്മേളനവും നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം മെത്രാസനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹ സാഹോദര്യ ജ്വാല സംഘടിപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിന സദ്ബോധന റാലിയും പൊതുസമ്മേളനവും ഇതോടനുബന്ധിച്ച് നടക്കും. ഓഗസ്റ്റ് 15-ാം തീയതിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ സദ്ബോധന റാലിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ആവശ്യമാണ്. മാധ്യമ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കത്തുള്ളൂ. ഈ ഒരു സമയം ഞങ്ങൾ ക്രമീകരിച്ചു തന്നതിനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിയതിനും യുവജന പ്രസ്ഥാനം കൊല്ലം ഭദ്രാസനത്തിൻ്റെ എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഓഗസ്റ്റ് 15 ഉച്ചയ്ക്ക് 1:30-ന് പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലില ബദേൽ സെന്റ് ജോർജ് തീർത്ഥാടന പള്ളിയിൽ നിന്ന് സദ്ബോധന റാലിയും പെരുമ്പുഴ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് പള്ളിയിൽ പൊതുസമ്മേളനവും നടക്കും. വൈകിട്ട് 4-നാണ് പൊതുസമ്മേളനം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര വഴികളിൽ നല്ലൊരു വെളിച്ചം വീശിയ, ജീവൻ പണയം വെച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവ്വസൂരികളെ സ്മരിച്ചുകൊണ്ട് തദ്ദേശീയമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം മെത്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സ്വാതന്ത്ര്യദിന സ്നേഹ സാഹോദര്യ ജ്വാലയും ഒരു സദ്ബോധന റാലിയും പൊതുസമ്മേളനം നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏകദേശം 1500-2000ഓളം ആളുകളുടെ പങ്കാളിത്തമാണ് മുൻകാലങ്ങളെല്ലാം ഈ ഒരു മീറ്റിംഗിൽ, ഈ ഒരു സമ്മേളനത്തിലും റാലിയിലും കണ്ടുവരുന്നത്. തദ്ദേശീയതയോട്, സ്വാതന്ത്ര്യത്തോട്, ആ ഒരു സമര സേനാനികളോടുള്ള ആദരവ് തന്നെ ഇതിലൂടെ നാം സൂചിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ കൊല്ലം ഭദ്രാസനത്തിൻ്റെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊല്ലം മെത്രാസനത്തിൻ്റെ ശതോത്തര സുവർണ ജൂബിലി നിറവിലാണ് ഇപ്പോൾ പോകുന്നത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രപ്പൊലിത്ത അധ്യക്ഷത വഹിക്കും. PC വിശ്വനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തും. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, വൈദികരായ മാത്യു അബ്രഹാം തലവൂർ, ആൻഡ്രൂസ് വർഗീസ് തോമസ്, മാത്യു P ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിന്റെ ആരാധ്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ ഉദ്ഘാടനം ചെയ്യുന്നതും യോഗത്തിന്റെ അധ്യക്ഷം കൊല്ലം ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് തിരുമേനി വഹിക്കുന്നതുമാണ്. മുഖ്യ പ്രഭാഷണം അഖില മലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡന്റ് അഭിവന്ദ്യ മാത്യൂസ് മാർ തേവോദോസിയോസ് തിരുമേനി നിർവഹിക്കുന്നതും
ദേശസ്നേഹി പത്രികാ സമർപ്പണം കുണ്ട്രയുടെ ആരാധ്യനായ MLA ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥ് അവർകൾ നിർവഹിക്കുന്നതുമാണ്. കൊല്ലം മെത്രാസനത്തിൻ്റെ ചരിത്ര അവതരണം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട PT ഷാജനച്ചൻ നിർവഹിക്കുന്നതും കാവ്യശില്പം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ കവി നിർവഹിക്കുന്നതുമാണ്. സ്നേഹസാഹോദര്യ ജ്വാല തെളിയിക്കുന്നത് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം റവറൻഡ് ഫാദർ മാത്യു എബ്രഹാം. ന്യൂസ് ബ്യൂറോ കുണ്ടറ. അനധികൃത കുഴൽക്കിണർ നിർമ്മാണം പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് എത്തി തടഞ്ഞു. പുനലൂർ TB ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തോട് ചേർന്നാണ് അനുമതിയില്ലാതെ കുഴൽക്കിണർ നിർമ്മാണം നടന്നത്. കുഴൽക്കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഇത് എപ്പോൾ തൊട്ട് കുഴിക്കാൻ തുടങ്ങി? ഇത് അവർ ഇന്നലെ തൊട്ട് തുടങ്ങി. 3-4 ട്രിപ്പ് പടിഞ്ഞോണ്ടേ ഇരിക്കുവാ. മാറി മാറി കുഴിക്കുവാ. 3 സ്ഥലത്തിലെ കുഴിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച അവർ ഏതെങ്കിലും കുഴിച്ചിട്ട് പോട്ടെ, 3-4 മണിക്കൂറുടെ ഇതേ ഉള്ളെന്ന് വിചാരിച്ചു. വീടിന് ക്ഷതം പറ്റുന്നുണ്ടല്ലോ. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും പത്തനാപുരം പാതയിൽ ഇടതു സൈഡിൽ സ്ഥിതി ചെയ്യുന്ന പൂവണ്ണമൂട്ടിൽ ബിൽഡിംഗിൽ ബാങ്ക് സംബന്ധമായ ഇടപാടുകൾ നടക്കുകയും കോടതി പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബാങ്കിന്റെ സെയിൽ ലെറ്റർ മാത്രം ഉപയോഗിച്ച് ആയൂർ സ്വദേശി കുഴൽക്കിണർ നിർമ്മാണം ആരംഭിച്ചത്. ഈ കെട്ടിടത്തോട് ചേർന്നുള്ള മറ്റ് താമസക്കാരുടെ അനുവാദം വാങ്ങാതെ അവരുടെ വീടിനോട് ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത്. കാലപ്പഴക്കം കൊണ്ട് ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലാണ് സമീപത്തുള്ള വീട്. പ്രായാധിക്യത്താലും രോഗാവസ്ഥയിലുമുള്ളവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഭൂമിയിൽ പ്രകമ്പനം കൊള്ളുന്ന നിലയിലുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ കെട്ടിടം തകർന്നു വീഴാൻ സാധ്യത കൂടുതലാണ്. എന്താ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് പറഞ്ഞേ? എനിക്ക് ടെൻഷനാ സാറേ. ഞാൻ ടെൻഷൻ്റെ പുള്ളിയെ രാവിലെ അടിച്ചിട്ട് നിൽക്കുക. എനിക്കത് കേട്ട് ഞാൻ തന്നെ വീഴാൻ പോയി. എൻ്റെ മോൻ ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് നിന്നു. ഈ കുഴൽക്കിണർ നമ്മുടെ ഭിത്തിയോട് ചേർന്നാണ് വിളിക്കുന്നത്. ആണ് അടുത്ത് ചേർന്ന്. പിന്നെ അടുത്തല്ലാതെ പിന്നെ എന്താ സാറേ ചേർത്ത് എത്ര 4 അടി പോലും വരത്തില്ല. മൊത്തം പൊട്ടിയിരിക്കുക. അവർ കൊണ്ടുവന്ന് വെച്ചാൽ എന്താ, അവർ പൈപ്പ് താഴോട്ടാ പോകുന്നതെന്ന്. എന്താ ചെയ്യാനാ സാറേ? ഈ സുഖമില്ലാത്ത അതിന് സംസാരമൊന്നുമില്ല. ഈ സൗണ്ട് കേൾക്കുമ്പോൾ അത് ഒരുമാതിരി കിടന്ന് പിടയ്ക്കുക. അങ്ങനെയുള്ള ഒരെണ്ണം വെച്ചത് ഞങ്ങൾ വിഷമിക്കുക. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. 3 പേര് വയസ്സായി 70-ന് പോകും. എനിക്ക് 77 വിളിക്കാം. എന്തോ സാറേ ഒരു സൗണ്ട് കേട്ട്, ഒരു ഭയങ്കര സൗണ്ട് കൂടെ കേട്ടു. ഭൂമി കുടിക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. കുഴൽക്കിണർ നിർമ്മിക്കുന്ന കെട്ടിടം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ബാങ്കും കെട്ടിടത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട തർക്കവും കെട്ടിട ഉടമയുടെ കുടുംബം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയും ഈ കെട്ടിടത്തിന്മേൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബാങ്ക് കെട്ടിടം മറ്റൊരു വ്യക്തിക്ക് കൈമാറിയതായി കാണിച്ച് സെയിൽ ലെറ്ററിന്റെ ബലത്തിൽ പുതിയ ഉടമ കുഴൽക്കിണർ നിർമ്മാണം ആരംഭിക്കുന്നത്. അനധികൃത കുഴൽക്കിണർ നിർമ്മാണം സമീപ വീട്ടുകാർ തടയുകയും വൻ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ പുനലൂർ പോലീസ് സ്ഥലത്തെത്തുകയും അനുമതിയില്ലാതെയുള്ള കുഴൽക്കിണർ നിർമ്മാണം നിർത്തിവെക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കുന്നത്തൂർ താലൂക്കിലെ വൈദ്യുത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സ്കൂൾ പരിസരങ്ങളിലെ വൈദ്യുത കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനമായി. സ്കൂൾ പരിസരങ്ങളിൽ വൈദ്യുത കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക, വൈദ്യുത ലൈനോട് ചേർന്ന് സ്വകാര്യ വ്യക്തികളുടെ മരങ്ങളോ റബ്ബർ മരങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ തന്നെ ചിലവിൽ മുറിച്ചു മാറ്റുക, ജംഗ്ഷനുകളിൽ നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു നീക്കുക തുടങ്ങിയ തീരുമാനങ്ങളാണ് അവലോകന യോഗത്തിൽ കൈക്കൊണ്ടത്. കുന്നത്തൂർ താലൂക്കിലെ വൈദ്യുത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് MLAയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അവലോകന യോഗം നടത്തിയത്. കൂടുതൽ ഈ റബ്ബർ മരങ്ങളുള്ളത് ശൂർനാട് സൗത്ത് ഏറ്റവും കൂടുതൽ, ശൂർനാട് സൗത്തും നോർത്ത് മൈനാഗപ്പള്ളി അവിടെയാണ് റബ്ബർ മരങ്ങളെല്ലാം ഇട്ട്. കഴിഞ്ഞ കാലാവധിയിൽ 21 പോസ്റ്റാണ് ശൂർനാട് സൗത്ത് മാറിയത്. സൗത്തില് മൈനാഗപ്പള്ളിയിലും 11 പോസ്റ്റ് മാറി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഒരു ഇന്റിമേഷനായിട്ട് സൂചിപ്പിക്കാനുള്ളത്, അതൊരു പ്രസ് റിലീസായിട്ട് പോകും. ഈ സ്വകാര്യ വ്യക്തികൾ ഈ ലൈനിൽ കൂടെ, ലൈനിന്റെ മുകളിൽ കൂടി അവരുടെ മരങ്ങളുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾ മുറിച്ചു മാറ്റണം, നിർബന്ധം, അവരുടെ ചെലവിൽ തന്നെ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ, ബിനു മംഗലത്ത്, വർഗീസ് തരകൻ, KSEB ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മൈനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശാസ്താംകോട്ട ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും അതുപോലെ ഏരിയ ഉള്ളതും മൈനാഗപ്പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മളിപ്പോൾ ഓരോ കാര്യത്തിനും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ വേണ്ട രീതിയിലൊരു മറുപടി അവിടുന്ന് ലഭിക്കില്ല.
പിന്നുള്ളത് അവിടെ ഒരു ഏരി പോയിട്ട് പകരം ഒരാളിന് ഒരു സംവിധാനം ഉണ്ടാക്കിയില്ല. അവിടെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫില്ല, പല കാര്യങ്ങളാണ് കാരണം. പലപ്പോഴും ഏറ്റവും കൂടുതൽ തടസ്സങ്ങളാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി പട്ടികജാതി ക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കാൻ പോരാട്ടം, ചെങ്കൊടി എന്തി പോരാട്ടം, PKS പോരാട്ടം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി പട്ടികജാതി ക്ഷേമസമിതി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ജനവിഭാഗങ്ങൾ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി PKS കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യത്തെ 42 കേന്ദ്ര സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രവേശനത്തിലും അധ്യാപക നിയമനത്തിലും ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ സീറ്റുകളിൽ നിയമനം നടത്തുക, സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണം നടപ്പിലാക്കാൻ നിയമം കൊണ്ടുവരിക, ജാതി സെൻസസുമായി ബന്ധപ്പെട്ട അവ്യക്തത പരിഹരിക്കുക, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം പഴുതുകൾ പരിഹരിച്ച് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുനിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. സാമുദായികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മോചനത്തിന് ഉതകുന്ന നയങ്ങൾ സ്വീകരിക്കുക എന്നതാണ് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏതൊരു ഭരണാധികാരിയും സ്വീകരിക്കേണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ അനുകൂലമാക്കി നിർത്തി വോട്ട് നേടി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആദ്യം മറക്കുന്നത് ഇത്തരത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരെയാണ് ആദ്യം അവഗണിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്നതെന്നുള്ളത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പാവപ്പെട്ടവരുടെ വീടുകളിലെ കുട്ടികൾ ഉന്നതങ്ങളിലേക്ക് പഠിച്ച് വളർന്ന് പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് എത്താൻ കഴിയാതെ പോയ കാലഘട്ടത്തിൽ നിന്നും അവരെ പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഠനത്തിലും മറ്റുമെല്ലാം തന്നെ സംവരണം ഏർപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ സംവരണ തത്വം പാലിക്കപ്പെട്ടാൽ പാവപ്പെട്ട ദളിത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പഠിച്ച് ഉന്നതിയിലേക്ക് എത്താൻ അവർക്ക് കഴിയും. PKS സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് മധുര അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 22% പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്ന കേരളത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാം ആർജിക്കുന്നത് പോലെ ആഗ്രഹിച്ചതുപോലെ കുറച്ച് സാമൂഹ്യ പുരോഗതിയും മുന്നോക്കവും വന്നു എന്നൊഴിച്ചാൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉഴുതുമറിച്ച മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വേരോട്ടം നടത്തി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടക്കമുള്ള നേതൃത്വത്തിലുള്ള ഇടപെടലുകളും 1957 മുതൽ EMSന്റെ ഗവൺമെന്റ് ഉൾപ്പെടെ കാലാകാലങ്ങളിൽ മാറി വന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ നടത്തിയ ഏറ്റെടുത്ത പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ 10-9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ് ഉൾപ്പെടെ എടുക്കുന്ന ചില നിലപാടുകളുടെയും ആശയങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് കുറേയധികം കേരളത്തിൽ നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി G. സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം T. ഗോപാലകൃഷ്ണൻ, A. പുഷ്പരാജൻ, NS ശാന്തകുമാർ, VK സത്യശീലൻ, B. രാജേന്ദ്രൻ, M. സുരേഷ് കുമാർ, J. ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട കോടതി വളപ്പിലും റീൽസ് ചിത്രീകരണം. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ DYFI പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് ശാസ്താംകോട്ട മണ്ഡലം ജനറൽ സെക്രട്ടറി നാദിർഷയ്ക്കെതിരെയാണ് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയാണ് DYFI പരാതി നൽകിയത്. യൂത്ത് കോൺഗ്രസ് ശാസ്താംകോട്ട മണ്ഡലം ജനറൽ സെക്രട്ടറി നാദിർഷയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. ശാസ്താംകോട്ട കോടതി വളപ്പിൽ റീൽസ് ചിത്രീകരിച്ചുവെന്നാണ് DYFI കുന്നത്തൂർ ബ്ലോക്ക് കമ്മിറ്റി DYSPക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ജില്ലാ സെക്രട്ടറി PA എബ്രഹാം ഉദ്ഘാടനം ചെയ്തു.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ജില്ലാ സെക്രട്ടറി PA എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഈ ബോയ്സ് ഹൈ സ്കൂളിന് മുന്നിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ 7 മണി മുതൽക്ക് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് 2:10 ആരംഭിച്ച വിലാപയാത്ര രാത്രി 2 മണിയായിട്ടും കടമ്പാട്ട് കോണത്തെത്തിയില്ല എന്ന വാർത്തയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സഖാവ് VSന്റെ വിലാപയാത്ര കരുനാഗപ്പള്ളിയിൽ എത്തുന്നത് 22-ാം തീയതി പ്രഭാതത്തിൽ രാവിലെ 6:40 അന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് VSന്റെ വീട്ടിൽ മൃതശരീരവുമായി സഖാക്കളെത്തിയത്. രാത്രി 9:40 കഴിയുമ്പോൾ പുന്നപ്രവയലാർ സമരസേനാനികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ കോരിച്ചൊരിയുന്ന മഴയത്തും 10,000-കണക്കിന് സഖാക്കളുടെ മുദ്രാവാക്യ വിളികളുടെ അകമ്പടിയോടുകൂടി സഖാവിന്റെ ചിത കത്തിയെരിയുകയുണ്ടായി. ജില്ലാ വൈസ് പ്രസിഡന്റ് PK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR വസന്തൻ, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KG കനകം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB സത്യദേവൻ, ഏരിയ സെക്രട്ടറിമാരായ ക്ലാപ്പന സുരേഷ്, ശിവപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം NR ബിജു, R സോമരാജൻ പിള്ള, C രാധാമണി എന്നിവർ പങ്കെടുത്തു. എങ്കിൽ പോലും സഖാവ് P കൃഷ്ണപിള്ളക്ക് ആ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളെയും കാണുമ്പോൾ ആ വ്യക്തിയുടെ കരുത്ത്, മനസ്സ് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ കഴിയുമായിരുന്നു. സഖാവ് VSനെ കണ്ടപ്പോൾ അതിലൊരു നേതാവിനെയാണ് സഖാവ് P കൃഷ്ണപിള്ള കണ്ടത്. സഖാവ് VSനോട് ചോദിച്ചു, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കാമോ, പൂർണ്ണസമയ പ്രവർത്തനാക്കാമോ? സഖാവ് VS സമ്മതിക്കുകയുണ്ടായി. സഖാവ് P കൃഷ്ണപിള്ള സഖാവിൻ്റെ താല്പര്യങ്ങളും മനസ്സിലുള്ള കാര്യങ്ങളും ടെലിപ്പതി രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് സഖാവ് P കൃഷ്ണപിള്ള സഖാവിനെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലയാണ് ആദ്യം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരളത്തിന്റെ ആരോഗ്യരംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി J ചിഞ്ചുറാണി. ജില്ലയിലെ ആയുഷ് കേന്ദ്രങ്ങൾക്ക് NABH അംഗീകാരം ലഭിച്ച പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദ ഹോമിയോ വകുപ്പുകളിലെ ജീവനക്കാർക്കായി നാഷണൽ ആയുഷ് മിഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹോമിയോപ്പതി, ആയുർവേദ മേഖലകളിലേക്ക് പ്രായഭേദമന്യേ കൂടുതൽ പേർ ചികിത്സയ്ക്കെത്തുന്നതായി മന്ത്രി J ചിഞ്ചുറാണി പറഞ്ഞു. പ്രസവ ശുശ്രൂഷ, മറ്റ് രോഗങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ ഈ രംഗത്ത് ലഭ്യമാണ്. 2 ഘട്ടങ്ങളിലായി ജില്ലയിലെ 20 ആയുഷ് കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് NABH അംഗീകാരം നേടിയ സ്ഥാപനങ്ങൾ 250 ഉയർന്നെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് ഇത്രയധികം നമ്മുടെ ആശുപത്രികൾക്ക് അംഗീകാരം കിട്ടിയെന്നുള്ളത് എന്റെ മനസ്സിൽ നിന്ന് തോന്നുകയാണ്. നമുക്കറിയാം, ഇന്ന് ആരോഗ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാജ്യത്തിന് പോലും മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കും. ഒരു കാലഘട്ടങ്ങളിൽ ആയുർവേദത്തിലോ എനിക്ക് തോന്നുന്നു ഹോമിയോയിലോ പോലും ഒരുപാട് ആൾക്കാർ കയറാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ചു. നമ്മള് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര ലളിതമായ കാര്യമല്ലെങ്കിലും ശരിയായ പരിശ്രമം കൊണ്ട് സാധ്യമാകുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയുടെ മികച്ച പ്രകടനമാണ് ഹോസ്പിറ്റലിലുണ്ടായ ഒരു സംഭവത്തെ അതിർത്തികളോ ആയുഷ് മിഷൻ DPM ഡോക്ടർ P പൂജ, ഹോമിയോപ്പതി വകുപ്പ് DMO ഡോക്ടർ അച്ചാമ ലെനു തോമസ്, ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ E മനീഷ് കുമാർ, ഹോമിയോപ്പതി ആയുഷ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ആയൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഇളമാട് അമ്പലമുക്ക് സ്വദേശി അനീഷാണ് മരിച്ചത്. ജോലിക്ക് ഉപയോഗിക്കുന്ന മുഴക്കോൽ താഴെ വീണത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നു. അനധികൃത കുഴൽക്കിണർ നിർമ്മാണം തടഞ്ഞു പോലീസ്. പുനലൂർ TB ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തിനോട് ചേർന്നാണ് കുഴൽക്കിണർ നിർമ്മിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് കെട്ടിടം. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കാൻ പോരാട്ടം.
പട്ടികജാതി ക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി മാർച്ചും ധർണയും. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മാർച്ച്. പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ അനാസ്ഥ. ബസിന്റെ ഡോർ തട്ടി വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കായംകുളം പുനലൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഡോറാണ് തട്ടിയത്. ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.